വെൽക്കം എവരി വൺ. സിവിൽ എഞ്ചിനീയറിംഗ് പോസ്റ്റിൻ്റെ ഭാഗമായിട്ട് സൈറ്റ് എഞ്ചിനീയർ അല്ലെങ്കിൽ നോർമൽ സിവിൽ എഞ്ചിനീയറിംഗ് പോസ്റ്റിലേക്ക് നിങ്ങളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ സീരീസിൽ നമ്മൾ അവതരിപ്പിക്കുന്നത്. സമയം കളയാതെ നമുക്ക് ഇൻ്റർവ്യൂവിലേക്ക് കടക്കാം. നിങ്ങളുടെ റെസ്യൂമ് ഞാൻ വായിച്ചു, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ നിങ്ങൾക്ക് സബ്ജക്റ്റിലുള്ള നോളജ് എത്രത്തോളം ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിക്കാം. അതിൻ്റെ ആൻസർ നിങ്ങൾ ക്ലിയർ ആയിട്ട് ഇവിടെ പറയണം. ക്വസ്റ്റ്യൻ നമ്പർ 1. നമ്മളൊരു ബിൽഡിംഗ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള പാർട്ട് അതിൻ്റെ ഫൗണ്ടേഷനാണ്. ഫൗണ്ടേഷനിൽ തന്നെ പല തരത്തിലുള്ള ഫൗണ്ടേഷൻ ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ. ഷാലോ ഫൗണ്ടേഷൻ, ഡീപ് ഫൗണ്ടേഷൻ, അങ്ങനെ പല ടൈപ്പ് ഫൗണ്ടേഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഏതൊക്കെ ടൈപ്പ് ഫൗണ്ടേഷൻസിനെ കുറിച്ച് അറിയാം, എവിടെയാണ് അത് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഏതൊക്കെ കേസുകളിലാണ് നമ്മൾ ഈ ഫൗണ്ടേഷൻസ് യൂസ് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാമെന്നൊന്ന് ഷെയർ ചെയ്യൂ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ പറയണമെന്ന് നോക്കാം. സാർ, നമ്മുടെ സോയിൽ കണ്ടീഷൻ അനുസരിച്ചും അതിൽ വരുന്ന സ്ട്രക്ചറിൻ്റെ ലോഡിംഗ് കണ്ടീഷൻ അനുസരിച്ചിട്ടാണോ ഫൂട്ടിംഗ് ഏതാണ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ഏതാണ് നമ്മൾ തീരുമാനിക്കുന്നത്. ഒരു നോർമൽ ബിയറിംഗ് കപ്പാസിറ്റി ഉള്ള സോയിൽ ലോ റിസ്ക് കാറ്റഗറിയിൽ പെടുന്ന ബിൽഡിംഗ് ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇൻഡിവിജ്വൽ കോളത്തിന് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് ഐസൊലേറ്റഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്ന ഫൂട്ടിംഗ് ആണ്. ഇനി ഒന്നിലധികം കോളംസ് വരുന്ന കേസിൽ കോളത്തിൻ്റെ സെൻറ്റർ ടു സെൻറ്റർ സ്പേസിങ് വളരെ കുറവാണെങ്കിൽ അത്തരം കണ്ടീഷൻസിൽ നമ്മൾ കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്ന ഫൂട്ടിംഗ് യൂസ് ചെയ്യാറുണ്ട്. ഒരുപാട് കോളംസ് വരുന്നുണ്ട്, സോയിലിൻ്റെ ബെയറിംഗ് കണ്ടീഷൻ വളരെ കുറവാണ്, വീക്കായിട്ടുള്ള സോയിലാണെങ്കിൽ അത്തരം കണ്ടീഷൻസിൽ നമ്മൾ റാഫ്റ്റ് ഫൂട്ടിംഗ് എന്ന് പറയുന്ന ഫൂട്ടിംഗ് യൂസ് ചെയ്യാറുണ്ട്. ലോഡ് ബിയറിംഗ് ആയിട്ടുള്ള വാൾസ്, ഷിയർ വാൾസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ അത്തരം കണ്ടീഷനിൽ സ്ട്രിപ്പ് ഫൂട്ടിംഗ് എന്ന് പറയുന്ന ഫൂട്ടിംഗ് യൂസ് ചെയ്യാറുണ്ട്. ഇനി ലോഡ് ബിയറിംഗ് കപ്പാസിറ്റി വളരെ കുറഞ്ഞ ഒരു സോയിലിലേക്ക് ഹൈ റൈസ് ആയിട്ടുള്ള ബിൽഡിംഗ് ആണ് നമുക്ക് ആവശ്യമുള്ളെങ്കിൽ അവിടെ നമ്മൾ പൈൽ ഫൂട്ടിംഗ് യൂസ് ചെയ്യാറുണ്ട്. ഇനി വളരെ ഹാർഡായിട്ടുള്ള, വളരെ ഡീപ്പായിട്ടുള്ള സോയിൽ സ്ട്രാറ്റയിലേക്ക് നമുക്ക് വളരെ ശക്തമായിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ആവശ്യമുണ്ട്, ഹെവിയർ ആയിട്ടുള്ള കോളംസും വളരെ ഹൈ റൈസ് ആയിട്ടുള്ള ബിൽഡിങ്സും ആണ് വരുന്നതെങ്കിൽ അവിടെ പൈൽ വിത്ത് പൈൽ ക്യാപ്പ് എന്ന് പറയുന്ന ഫൂട്ടിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ശരി, ഫൗണ്ടേഷൻ കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് നമുക്ക് പ്ലിന്ത് ബീമാണ്, പിന്നീട് കോളം, അതിനുശേഷം ബീം, സ്ലാബ്, അങ്ങനെ സ്ട്രക്ചറൽ മെമ്പേഴ്സ് പലതും നമുക്ക് കോൺക്രീറ്റിൽ ചെയ്യാനുണ്ട്. ഈ കോൺക്രീറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്ട്രെങ്ത്തിനെ സ്വാധീനിക്കുന്ന ഏറ്റവും വലിയ ഘടകമാണ് കോൺക്രീറ്റിൻ്റെ ഗ്രേഡ്. നിങ്ങൾക്ക് ഏതൊക്കെ ഗ്രേഡ് കോൺക്രീറ്റുകൾ അറിയാം, അതിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻ എന്താണ് എന്ന് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഷെയർ ചെയ്യൂ. സർ, കോൺക്രീറ്റിൻ്റെ ഗ്രേഡുകളെ കുറിച്ച് പറയുന്ന സമയത്ത് അതിൻ്റെ മിക്സ് റേഷ്യോയുടെ അടിസ്ഥാനത്തിലും കംപ്രസീവ് സ്ട്രെങ്ത്തിൻ്റെ അടിസ്ഥാനത്തിലുമാണ് നമ്മൾ അതിൻ്റെ ഗ്രേഡുകൾ പറയാറുള്ളത്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ച് M7.5 എന്ന് പറയുന്ന ഗ്രേഡ് 1:4:8 എന്ന് പറയുന്ന മിക്സ് റേഷ്യോ ആണ്. കോൺക്രീറ്റിലെ പ്രധാനപ്പെട്ട മെമ്പേഴ്സ് ആയിട്ടുള്ള സിമൻറ്റ്, സാൻഡ്, കോഴ്സ് അഗ്രിഗേറ്റ്, ഇതിൻ്റെ ഒരു മിക്സ് റേഷ്യോ ആണ് ഈ പറയുന്നത്. കംപ്രസീവ് സ്ട്രെങ്ത്തിലേക്ക് പറയുകയാണെങ്കിൽ 7.5 Nm/mm² ആണ് ഈ ഒരു കോൺക്രീറ്റിന് നമുക്ക് കംപ്രസീവ് സ്ട്രെങ്ത്ത് ലഭിക്കുക. അതുകൊണ്ടാണ് ഇതിൻ്റെ പേര് M7.5 എന്ന് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന സ്ഥലങ്ങൾ നമ്മളുടെ PCC ലെവലിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കോൺക്രീറ്റ് ആയിട്ടാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. M10 എന്ന് പറയുന്ന വേറൊരു മിക്സ് ഉണ്ട്, 1:3:6 ആണ് അതിൻ്റെ കോൺക്രീറ്റ് മിക്സ് റേഷ്യോ വരുന്നത്. 10 ആണ് കംപ്രസീവ് സ്ട്രെങ്ത്ത് വരുന്നത്. ലെവലിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇതും യൂസ് ചെയ്യുന്നത്. അടുത്തത് M15 എന്ന് പറയുന്ന മിക്സ് ആണ്, 1:2:4 ആണ് അതിൻ്റെ മിക്സ് റേഷ്യോ വരുന്നത്. ഇത് മുമ്പ് നമ്മൾ സ്ട്രക്ചറൽ മെമ്പേഴ്സ് ഒക്കെ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ നമ്മൾ ഫ്ലോറിംഗ് പർപ്പസിന് വേണ്ടിയിട്ടും PCC ലെവലിംഗ് പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ ഈ ഒരു കോൺക്രീറ്റ് മിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. 15 ആണ് അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത്ത് വരുന്നത്. M20 എന്ന് പറയുന്നൊരു മിക്സ് ഉണ്ട്, 1:1.5:3 എന്നുള്ളതാണ് അതിൻ്റെ കോൺക്രീറ്റ് മിക്സ് റേഷ്യോ. സ്ട്രക്ചറൽ മെമ്പേഴ്സ് ആയിട്ടുള്ള ബീം, കോളം, സ്ലാബ് ഒക്കെ നമ്മൾ ഈ ഒരു മിക്സ് റേഷ്യോ ഉപയോഗിച്ചിട്ടാണ് കാസ്റ്റ് ചെയ്യുന്നത്. 20 Nm/mm² ആണ് അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത്ത് വരുന്നത്. ഇതിന് മുകളിലേക്ക് വരുന്ന M25, M30, M35 തുടങ്ങിയിട്ടുള്ള മിക്സുകളെ നമ്മൾ വിളിക്കുന്നത് ഡിസൈൻ മിക്സ് എന്നാണ്. ഇത്തരം മിക്സുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റിയും നമുക്ക് അച്ചീവ് ചെയ്യേണ്ട കംപ്രസീവ് സ്ട്രെങ്ത്തും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ലാബിൽ വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ മിക്സ് റേഷ്യോസ് ഡിസൈൻ ചെയ്യുന്നത്. അതുകൊണ്ട് അതിന് ഡിസൈൻ മിക്സ് എന്നും വിളിക്കുന്നു. കോൺക്രീറ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് സ്റ്റാൻഡേർഡ് കവർ കീപ്പ് ചെയ്തിട്ട് വേണം ചെയ്യാനെന്നാണ് നമ്മുടെ IS കോഡ് പറയുന്നത്. എന്താണ് ഈ സ്റ്റാൻഡേർഡ് കവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓരോ സ്ട്രക്ചറൽ മെമ്പേഴ്സിനും എത്രയാണ് കവർ കൊടുക്കേണ്ടത്? ബ്ലെൻഡർ അടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ പറയാം, കവർ എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പ്ലാസ്റ്റിക് കവറോ ടാർപോളിൻ കവറോ ഒന്നുമല്ല, കോൺക്രീറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന കോൺക്രീറ്റ് കവേഴ്സാണ്. അല്ല സർ, ക്ലിയർ കവർ എന്താണെന്നുള്ള കാര്യം കൃത്യമായിട്ട് എനിക്കറിയാം. ഒരു കോൺക്രീറ്റിനകത്ത് അതിനകത്തുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് മെമ്പർ ആയിട്ടുള്ള കമ്പി തുരുമ്പെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടും ഫയർ പ്രൊട്ടക്ഷൻ ലഭിക്കാൻ വേണ്ടിയിട്ടും ആ ഒരു ബീമിൻ്റെ ഷേപ്പ് അതേപോലെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന കോൺക്രീറ്റ് ബ്ലോക്കുകളാണ് ക്ലിയർ കവർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പല മെമ്പേഴ്സിലും പല സൈസിലാണ് നമ്മൾ ചെയ്യേണ്ടത്. സ്ലാബ് ആണെങ്കിൽ 20 mm ആണ്, ബീം ആണെങ്കിൽ 25 mm ആണ്, കോളം ആണെങ്കിൽ 40 mm ആണ്, ഫൗണ്ടേഷൻ ആണെങ്കിൽ 50 mm ആണ്, റിട്ടൈനിങ് വാൾ ആണെങ്കിൽ 50 mm തന്നെയാണ്. സോ ബേസിക് ആയിട്ടുള്ള വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്മുടെ സൈറ്റിൽ നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ഔട്ട് ചെയ്യണം. എങ്ങനെയാണ് നമ്മൾ സൈറ്റിൽ സെറ്റ് ഔട്ട് ചെയ്യേണ്ടത്? അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് തരും.
സർ, ഈ സെറ്റ് ഔട്ട് ഡ്രോയിങ്ങിനെ കുറിച്ച് ഞാൻ ഈ ഇൻ്റർവ്യൂ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഞാൻ വിശദമായിട്ട് പഠിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടത് പറയാൻ എനിക്ക് സാധിക്കില്ല. ഓക്കെ, നോ പ്രോബ്ലം. ഇനി നമ്മൾ ബ്രിക്ക് മേസൺറിയിലേക്ക് വരികയാണ്. ബ്രിക്കുകൾ നമ്മൾ അടുക്കി അടുക്കി വെച്ചിട്ടാണ് കല്ലുകൾ കെട്ടിപ്പോകുന്നത്. പലതരത്തിലുള്ള ബോണ്ടുകൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ബോൺസ് ഇൻ ബ്രിക്ക് മേസൺറി? സർ, ബ്രിക്ക് മേസൺറിക്കകത്ത് പലതരത്തിലുള്ള ബോണ്ടുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. സ്ട്രെച്ചർ ബോണ്ട്, ഹെഡർ ബോണ്ട്, ഇംഗ്ലീഷ് ബോണ്ട്. ഈ 3 ബോണ്ടുകളാണ് കൂടുതൽ കേസുകളിൽ നമ്മൾ കാണാറുള്ളത്. ഇത് കൂടാതെ തന്നെ ഫ്ലെമിഷ് ബോണ്ട്, റാറ്റ് ട്രാപ്പ് ബോണ്ട് തുടങ്ങിയിട്ടുള്ളത് സ്പെഷ്യൽ കണ്ടീഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബോണ്ടുകളാണ്. സോ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. കോൺക്രീറ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത്, ഒരു വീടിൻ്റെ കോൺക്രീറ്റ് ആണ് അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ കോൺക്രീറ്റ് ആണ്, അന്ന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ആ കോൺക്രീറ്റുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ എസെൻഷ്യലായിട്ട് നോക്കേണ്ടതുണ്ട്? സർ, കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്യുന്ന ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ചും സ്ലാബൊക്കെ കാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിലൊരു സിവിൽ എഞ്ചിനീയർ എന്നുള്ള രീതിയിൽ ഞാൻ അതിൻ്റെ ഫോം വർക്ക്, അതിൻ്റെ സപ്പോർട്ട് പ്രോപ്പറാണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യണം. നമ്മുടെ ഷട്ടേഴ്സിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പുകളൊക്കെ കൃത്യമായിട്ട് അടച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഞാൻ എൻഷുർ ചെയ്യണം. നമ്മുടെ ലേഔട്ട് അല്ലെങ്കിൽ ഡ്രോയിങ്സ് പ്രകാരമുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് ബാറുകളും അതിൻ്റെ ലേഔട്ടും പ്രോപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കണം. കൃത്യമായിട്ടുള്ള ക്ലിയർ കവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ നോക്കണം. ഇലക്ട്രിക്കൽ കോൺഡുയിറ്റ് വർക്കുകളൊക്കെ കൃത്യമായിട്ട് ഓൺ പൊസിഷനിൽ തന്നെ ലേ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ദെൻ കോൺക്രീറ്റ് കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ടുള്ള ഒരു ഫ്രീ ഫോൾ കീപ്പ് ചെയ്തിട്ടുകൊണ്ട് തന്നെ കോൺക്രീറ്റ് പോർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഡിസൈൻ മിക്സ് റേഷ്യോ കീപ്പ് ചെയ്തിട്ട് തന്നെയാണ് കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഉറപ്പുവരുത്തണം. അതേപോലെ തന്നെ വാട്ടർ സിമെൻറ്റ് റേഷ്യോ അഡീക്വേറ്റ് ആയിട്ട് ലഭിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ഹണി കോംബ് അല്ലെങ്കിൽ ബ്ലീഡിങ്, സെഗ്രിഗേഷൻ തുടങ്ങിയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ നമ്മുടെ കോൺക്രീറ്റിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കൃത്യമായിട്ടുള്ള ക്യൂറിങ് കോൺക്രീറ്റിന് ശേഷം നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. PPC സിമെൻ്റ് ആണെങ്കിൽ 7 days ആണ് ക്യൂറിങ് വേണ്ടത്. OPC സിമെൻ്റ് ആണെങ്കിൽ 10 days ആണ് ക്യൂറിങ് വേണ്ടത്. ഇനി മറ്റു ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റുകളാണെങ്കിൽ 14 days ആണ് നമുക്ക് ക്യൂറിങ് ആവശ്യമായിട്ട് വരുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ചെറിയ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും പഠിക്കുക. ഇനി ഇതിനകത്ത് ഞാൻ അറിയില്ല എന്ന് പറഞ്ഞ സെറ്റ് ഔട്ടിൻ്റെ കാര്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടാവും. അതിൻ്റെ ആൻസർ എനിക്ക് അറിയാത്തതല്ല. നിങ്ങൾക്ക് അറിയണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ കമൻറ്റിൽ സെറ്റ് ഔട്ട് ഡ്രോയിങ്സ് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റിൻ്റെ ആൻസറായിട്ട് ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ കുറച്ചുകൂടി ആളുകളിലേക്ക് റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആൻസർ കമൻറ്റിലേക്ക് പറയുന്നത്. സോ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മാത്രമല്ല എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കമൻറ്റും നിങ്ങൾ ഇടണം. അടുത്തൊരു വീഡിയോയിൽ കാണാം.